ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് അയർലൻഡിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കൗണ്ടി ഡണകളിൽ 2 ഡേ ട്രിപ്പ് പോവാണ്. അപ്പോൾ ഞങ്ങൾ 2 ടെമ്പററി ബാച്ചിലേഴ്സും ഒരു സ്ഥിരം ക്രോണിക് ബാച്ചിലറും കൂടിയാണ് പോകുന്നത്. ഡൊണകളെ പറ്റി നോക്കണം. എന്താണെന്ന് കൊണ്ടിട്ട് അറിയാം. ഡൊണകൾ എനിക്ക് വലിയ ഐഡിയ ഇല്ല, ആദ്യമായിട്ടാണ് പോകുന്നത്. സോ നമുക്ക് കാണാം. ഓക്കെ, അതെ. അപ്പോൾ സോണിച്ചേട്ടന് നല്ല അടിപൊളി ഉപ്പുമാവൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങണം. സോണിച്ചേട്ടൻ പുതിയൊരു ടെക്നിക്ക് കാണിച്ചു തരാൻ പോവാ. ഈ ഏത്തപ്പഴം മൈക്രോവേവ് നമുക്ക് എവിടെയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അപ്പച്ചമ്പ് എടുക്കണം, വെള്ളം ചൂടാക്കണം. ഇത് നമ്മൾ ജസ്റ്റ് ക്ലിംഗ് ഫിലിം അടുപ്പിച്ച് വെക്കും. ഇത് അടുപ്പിച്ച് വെച്ചിട്ട് ഈ ടെക്നിക്ക് ഇന്നവരെ കണ്ടിട്ടില്ല. ഇല്ല, ഇതെന്ത് ഈസി അറിയോ? മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എനിക്കെന്നാ ഡെബി ആദ്യം ഇത് ചെയ്തത്, പിന്നെ 2 പ്രാവശ്യം കവർ ചെയ്യാം. ഈ പഴമ്പഴങ്ങൾ വൈറലാവും. കാരണം സംഭവം സിമ്പിൾ, 2 മിനിറ്റ് കാര്യമുള്ളൂ. സോ നമ്മൾ കവർ ചെയ്തിട്ട് മൈക്രോവേവ് ഉപയോഗിക്കാം. ഡ്യൂക്ക് ഇവിടെ ഓടിക്കളിക്കുന്നുണ്ട്. ഹായ് ഡ്യൂക്ക്. ജസ്റ്റ് 2.5 മിനിറ്റ്. സോ 2.5 മിനിറ്റ് ഏത്തക്കപ്പം പുഴിയും കിട്ടും. വെള്ളം ചൂടാക്കണ്ട, അപ്പച്ചമ്പിന് അത് വെക്കണ്ട. അപ്പോൾ നമുക്ക് നോക്കാം അങ്ങനെയാണ്. സോ ജസ്റ്റ് ഓപ്പൺ ആക്കുക. ഓണാക്കി വരുന്നില്ലേ? ഇത് അടിപൊളി പരിപാടിയാണ്. ഞാനും ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. കാരണം നമുക്കിനി ഈസിയാണ്. കാരണം ജസ്റ്റ് എത്ര 2.5 മിനിറ്റ് കണ്ടോ? ഇച്ചിരി ചൂടാണ്, ഇച്ചിരി വെയിറ്റ് ചെയ്യട്ടെ. സോ ഇതുള്ള പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ. നമ്മൾ എങ്ങോട്ടാ സെറ്റ് ചെയ്യേണ്ട സ്ഥലം? നമുക്ക് ഡൊണകൾ ക്യാസിൽ സെറ്റ് ചെയ്താൽ ആദ്യം. ഡൊണകൾ ക്യാസിൽ നമ്മളാദ്യം ഡൊണകൾ ക്യാസിലേക്കാണ് ആദ്യം പോകുന്നത്. ഡൊണകളിൽ ഒരു ഉച്ചയ്ക്ക് 12 മണി വരെ റെയിനാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ക്യാസിലാകുമ്പോൾ ഇൻഡോർ ആദ്യം കണ്ടിട്ട് അത് കഴിയുമ്പോൾ ഔട്ട്ഡോർ ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കാം. സോണിച്ചേട്ടൻ ഇന്നത്തെ ഡ്രൈവിംഗ് ബാക്കിൽ. നമുക്ക് ഇവിടുന്ന് 2 hours 48 minutes ട്രാവലുണ്ട്. രാവിലെ നല്ല മഴ. രാവിലെ കൊണ്ട് വല്ല തിരക്കില്ലല്ലേ? രാവിലെ ശനിയാഴ്ചയല്ല, വീക്കെൻഡ് കൂടെ ആളുകളെല്ലാം ഹോളിഡേയ്സ് പോകുന്ന സമയമാണ്. സോ ട്രാഫിക് വളരെ കുറവായിരിക്കും. ക്യാമറിലെത്തിയിരിക്കുകയാണ്. ഇനിയും 2 മണിക്കൂർ കൂടെ ഉണ്ട്. നമ്മളിപ്പോ ഇതിലെ ഈ വഴി കൂടെ പോയപ്പോഴത്തേക്ക് ഇവിടെ ഒരു റിവർ അല്ലേ ഇത്? അവര് ഇവിടെ അല്ല ഫിഷിംഗ് ചെയ്യാൻ, അവർ കയാക്കിൽ പോയിട്ടാ ഫിഷ് ചെയ്യുന്നത്. ഇവിടെ ഒരു റിവർ ഉണ്ട്. അപ്പം കണ്ടിട്ട് ഫിഷിംഗ് ചെയ്യുന്ന സ്ഥലമാണെന്ന് അറിയത്തില്ല. ഫിഷ് ചെയ്യണോ? ചുമ്മാ ഇട്ട് നോക്കണോ? ഇവിടെ അടുത്തുണ്ടാവത്തില്ല, അതല്ല അവർ കയാക്ക് കൊണ്ട് വന്നേക്കണം. നോക്കാം. ഇവിടെ ഫിഷ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണോ അല്ലയോ ഒന്ന് നമ്മളിങ്ങനെ നോക്കുകയാണ്. പറ്റുവാണെങ്കിൽ ഇവിടെ ഒന്ന് റോഡ് ഇട്ട് നോക്കാം. ഒരു ലേക്ക് സൈഡ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. ഈ ഹോട്ടലിൽ ജസ്റ്റ് പുറകിലായിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്യാബിനിലാണ്. അപ്പോൾ ക്യാബിനിലുള്ള ഒരു ഹോട്ടലാണിത്. ലേക്ക് സൈഡിൽ നിന്ന് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഇവിടെ ഒരു ലേക്കുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പുള്ളി കയാക്കുമായിട്ട് ഫിഷിങ്ങിന് പോകാൻ നിൽക്കുന്നുണ്ട്. It's been a long few weeks. Okay. Yeah. How far you go? We'll go down this way. Okay. Maybe as far as the bridge there. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ട് ആ പുള്ളി പറഞ്ഞത് ഇവിടുന്ന് ഈ സൈഡ് മറ്റേ പുള്ളി പറഞ്ഞ വേറെ ഫുഡും കൂടെ പറഞ്ഞില്ല.
സിർക്കോണും വേറൊരു സാധനം പറഞ്ഞു. അയ്യോ അത് ഞാൻ മറന്നുപോയി. പുള്ളി പറഞ്ഞത് ഇവിടുന്ന് നമുക്ക് ഈ സൈഡിൽ നിന്ന് ചൂണ്ടയിട്ടാലും കിട്ടുമായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളതിൽ റോഡ് മാത്രമേ ഉള്ളൂ, ലേക്കിലിടാനുള്ള ഫുഡും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടുന്ന് പുള്ളി പറഞ്ഞ കോൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫിഷ് വരുമെന്ന് പറഞ്ഞു. അപ്പം ജസ്റ്റ് ഇവിടെ നിന്ന് കോണോ എല്ലാം കിട്ടുമെന്ന് നോക്കാൻ പോവാണ്. അവിടെ പോ. ഇഷ്ടംപോലെ മീൻ. ഇതൊക്കെ അവിടെ തിരിച്ചു വരുമ്പോൾ പിടിച്ചാലോ? നാളെ ഈ വഴിയാ വരുന്നത്. ചെറിയ ചെറിയ മീനുകളുണ്ട് ഇവിടെ. അപ്പോൾ ഇന്ന് നമ്മൾ നാളെ തിരിച്ചു വരുമ്പം തിരിച്ചു വരുന്ന വഴിക്ക് ഫിഷിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ ഈ ഫിഷിങ്ങിൻ്റെ സാധനങ്ങൾ കിട്ടിയില്ല. അപ്പം ഞാനിവിടെ വന്നിട്ടുണ്ട്, നന്നായിട്ടോ എന്നാന്ന് ഓർമ്മയില്ല, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. നല്ല ആൾക്കാരല്ലേ? അല്ല അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അവർക്കറിയാം. നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചു പറഞ്ഞു തരുന്നുണ്ടല്ലോ. അവർ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അപ്പം നമ്മൾ നാളെ തിരിച്ചു വരുന്ന വഴി ഷോപ്പിൽ പോയിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ ഫിഷ് ചെയ്യാം. കാരണം നമ്മൾ ഇപ്പം ഷോപ്പ് ഓപ്പൺ ആയിട്ടില്ല, കാരണം നമ്മൾ മോർണിംഗ് ടൈം ആയിട്ടുള്ളൂ. ഡിഫറെന്റ് ഒരു ഫ്ലോട്ട് ടാക്ടർ ഷോപ്പ് എവിടെയാണ് കാണിക്കുന്നത്? അതാണ് നമുക്ക് നാളെ വരേണ്ട ടാക്ടർ ഷോപ്പ്. അത് തുറന്നിട്ടില്ല ഇപ്പോൾ. അത് 9:30 ആകുമ്പോഴേ തുറക്കുള്ളൂ. ഇപ്പം 9:30 ആയി കറക്റ്റ്. ഇപ്പം തുറന്നില്ലെന്ന് അറിയത്തില്ല. അവർ തുറക്കുമ്പോഴേ നമ്മൾ കഴിഞ്ഞു പോയി. അതെ, കഴിഞ്ഞിട്ടും കൊടുക്കേണ്ടി വരും. നാളെ സൺഡേ ആണ്, നാളെ തുറക്കുമെന്നും എനിക്കറിയില്ല. ഇനി ടൊണകലല്ല പോണം, അവിടെ നമ്മൾ ഏതെങ്കിലും കട കാണും. അല്ല, അയർലൻഡിലെ ഏറ്റവും വലിയ റിവറാണ് ഷാനാം റിവർ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. വേറെ ഒന്നും എനിക്കറിയത്തില്ല. ഉള്ള വന്ന് അത് മാത്രമേ കിട്ടിയുള്ളൂ. ഇത് ക്യാമൻ കൗണ്ടി ആണല്ലേ? എല്ലാം ഉണ്ടല്ലോ, എല്ലാ നിസാൻ ഉണ്ട്, റിനോൾട്ട്, ഓപ്പൽ, ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് തോന്നുന്നു. ഇതിട്ടിട്ട് ആരെങ്കിലും വണ്ടി എടുക്കണോ? ഇത് വിട്ടിട്ടോ? കാശില്ല. വേണ്ട, ഇത്ര നല്ല വണ്ടി കയ്യിലിരിക്കുമ്പം. പക്ഷേ സ്കോഡയുടെ ഇത് വന്നിട്ടുണ്ട്, ഹൈബ്രിഡ് വന്നിട്ടുണ്ട്. റൈറ്റ് എനിക്കറിയത്തില്ല, 72 മറ്റോ. നമ്മുടെ സ്കോഡ കോഡിയാക്ക് നല്ല അടിപൊളി വണ്ടിയാണ്. നോർത്തേൺ അയർലൻഡ് UK ബോർഡർ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ഡോണഗൽ വഴി പോകുന്നത്. അപ്പോൾ വണ്ടിയുടെ കിലോമീറ്ററൊക്കെ മാറി മൈൽസിലേക്ക് മാറ്റിയതെല്ലാം മാറിയിട്ടുണ്ട്. നാവിഗേഷനിലും മാറി, കിലോമീറ്റർ മൈൽസിലോട്ട്. നമുക്ക് ഇതിലും കാണാം, നമുക്ക് ബോർഡർ UK അയർലൻഡ് ബോർഡർ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ആ മലയുടെ മുകളിലൊക്കെ ഉണ്ടല്ലോ, മലയുടെ മുകളിലെ കോട പോലെ. പാട്ടുകാരൻ രാത്രി മഞ്ഞ്, ബാക്കി എനിക്കറിയത്തില്ല. മുഴ പാടിക്കോ? മുഴപാട് എനിക്ക് അറിയണ്ടേ? ഒന്ന് അറിയാവുന്നൊരു പാട്ട് പാടിക്കോ സോണി ചേട്ടൻ, കേക്കട്ടെ. ഇല്ല, അത് ഓൺ ദ വേ ഒന്നും കുഴപ്പമില്ല. ഞാൻ ക്യാമറ ഓൺ ആക്കി തന്നെ വെച്ചേക്കാം. എപ്പോഴാണ് പാട്ട് തന്നെ അറിയാൻ പറ്റത്തില്ല. അതവിടെ പോകാൻ പറ്റും നോക്കി, ആ സ്ഥലത്തിന് അങ്ങോട്ടും ഇല്ല. ഗൈസ്, നല്ല ഹോം മെയ്ഡ് അല്ലാത്ത അച്ചപ്പം ഒന്ന് കഴിച്ചുകൊണ്ട്. നല്ല അടിപൊളി അച്ചപ്പാണ്. മോഡിന്റെ അച്ചപ്പം. ഒരു മഞ്ഞ കളർ കൂടുതലാണ്. ഇത് വിശ്വാസത്തിന്റെ ബനാന ചിപ്സ്. ബനാന റൈപ്പ് ബനാനയാണ്, മധുരമുള്ളത്, ചെറിയ മധുരമുള്ളത്. നല്ല അടിപൊളി. ആരെങ്കിലും മേടിക്കേണ്ട ധൈര്യമായിട്ട് മേടിച്ചു, അടിപൊളി സാധനം. നമ്മൾ ഗ്യാരണ്ടി. അതെ, ഞങ്ങൾ ഗ്യാരണ്ടി. അത് മേടിച്ചിട്ട് എന്തെങ്കിലും ഇനി പൊള്ളി അല്ലെങ്കിൽ തരുമെന്നൊക്കെ. പശുക്കള്, സിന്ധി പശുക്കൾ. ഈ കൗണ്ടിയിലേക്കൊക്കെ വരുമ്പോൾ ഇവിടെ ഒരു പ്രത്യേക ഭംഗിയെ കാണാനായിട്ട്. ഈ പച്ചപ്പും ഹരിതാപവും എന്താ പറയുക, ഇതൊക്കെ പറയുന്ന അച്ചപ്പവും ചിപ്സും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ചീടയുണ്ട്, അത് പൊട്ടിച്ചിട്ടില്ല, അതുകൊണ്ട് ഇത് കഴിച്ചിട്ട് വേണം ചീടി എടുക്കാൻ. വീർന്നിട്ട് വേണം അടുത്ത് എടുക്കാനായിട്ട്. നമ്മൾ പോകുന്ന വഴി ഒരു ഫിഷിംഗ് ടാക്കിൾ ഷോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫിഷിങ്ങിൻ്റെ സാധനങ്ങൾ മേടിച്ചിട്ട് വേണം നാളെ ഫിഷിങ്ങിന് പോകാൻ. അപ്പോൾ ഇന്ന് മേടിച്ച് വെക്കാമെന്ന് കരുതി. കാരണം നാളെ സൺഡേ ആയതുകൊണ്ട് നാളെ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പം ഇന്ന് മേടിക്കണം.
ആ അത് ചൂണ്ടയത് നമ്മുടെ കയ്യിലുണ്ട് ഈ സാധനം, നമ്മുടെ കയ്യിലുണ്ട്. ഞങ്ങൾ പൊട്ടിച്ചോളൂ. ഇത് പക്ഷേ വലിയ മീനെ പിടിക്കാനാ. ഉൾമനായിട്ടുണ്ട്. മണമുണ്ടോ? ഇതുകൊണ്ട് ഫ്രൈ ചെയ്യണോ? ഇതുപോലെ നാട്ടിൽ ഫിഷ് ഉണ്ടല്ലോ, അതിൻ്റെ പേര് വന്നത് ചൂണ്ട ഉണ്ടോ? അതിൻ്റെ പേര് ഇത് വലിയ മീനെ പിടിക്കാൻ പറ്റും. ഇത് പ്ലാസ്റ്റിക് സാധനം. അത് പ്ലാസ്റ്റിക് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ പോലെ മീനെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം വലിയൊരു കടയല്ലേ? ഗോൾഡ് ഫിഷ്. പക്ഷെ റോപ്പില്ല. അത്യാവശ്യം വലിയൊരു കടയാണ്. ജാക്കറ്റ് ഉണ്ട്. ഇവിടെ വേറെ ടൈപ്പ് മീൻ, ഇവിടെ വേറെ ഫിഷ്. ഇതുകൊണ്ടൊരു വെറൈറ്റി മീൻ. ഇത് 2 തരം ചൂണ്ടയാണ്. ഇത് നമ്മൾ നല്ല വെതറുള്ളപ്പോൾ ഇടാൻ വേണ്ടിയുള്ളതാണ്. ഇത് സണ്ണി വെതർ. ഇത് ഡാർക്ക് വെതറുള്ളപ്പം ഇടാൻ വേണ്ടിയുള്ളതാണ്. നല്ല മഴയുള്ളപ്പോഴോ ഇതിടുമ്പോൾ നമുക്ക് വേറെ ഫുഡ് കൊളുത്തേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ വേമോ അല്ലെങ്കിൽ പിന്നെന്താണ് പറഞ്ഞത് മാക്കട്ടോ അതിട്ടേണ്ട കാര്യമില്ല. വേറെ ബൈറ്റ്സ് ഒന്നും വെക്കേണ്ട കാര്യമില്ല. ഇത് തന്നെ ഇതിൽ അട്രാക്റ്റ് ആയിട്ട് വന്ന് ഫിഷ് വന്ന് കുത്തിക്കോളും. 3 എണ്ണം ഉണ്ട്. 3 സ്പ്ലിറ്റ് ചെയ്ത് 3 ആയിട്ടുണ്ട്. 1 2 3. ഇവിടെ നല്ല പരിപാടിയല്ലേ? കാരണം ഇതാകുമ്പോൾ നമുക്ക് ഫുഡ് സ്റ്റോർ ചെയ്യണ്ട, ഫുഡിൻ്റെ സ്മെല്ലില്ല, എവിടെ വേണമെങ്കിലും നമുക്ക് ഇടാം, വരേനെ തപ്പി നടക്കേണ്ട കാര്യമില്ല, ഫ്രഷ് ഫുഡിൻ്റെ ആവശ്യമില്ല. ഇത് ഓൾറെഡി എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് എനിക്കൊന്ന് സൈസ് ഉണ്ടെന്ന് തോന്നുന്നു. ഓരോ ഫിഷിനും ഓരോ ചൂണ്ടയുടെ സൈസ് വലുപ്പമുണ്ട്. എന്താ ഉക്കും ഇത് എന്താണ്ട് വെയിറ്റ് പോലെ സാധനം. ഇത് വാങ്ങിക്കുന്നുണ്ടോ? ഇത് വേണം. നമുക്ക് ഡാർക്കിൻ്റെ എടുക്കാം. കാരണം നമ്മൾ 2 ദിവസം ഡാർക്കല്ലേ. അവിടെ എല്ലാം വെള്ളത്തിൽ തോന്നും. അതെ, നമ്മൾ പരിപാടിയിൽ ചെറിയൊരു ചേഞ്ച്. നമ്മൾ ഫിഷിങ്ങിൻ്റെ സാധനമൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ഇവിടെ നമുക്ക് ഇവിടെ ഫിഷ് കിട്ടുമോ നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഒന്ന്, എന്നിട്ട് നമുക്ക് നാളെ പ്രോപ്പറായിട്ട് ഫിഷിങ് വരാം. ഇല്ല ഇവിടെ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. നമ്മൾ നാളത്തേക്ക് വേണ്ടി ജസ്റ്റ് ഒരു ട്രയൽ അല്ലേ? മീനെ പിടിക്കുക, തിരിച്ചു വിടുക. ഇവിടെ ഒരു ചുണ്ടൻ വെള്ളം കിടപ്പുണ്ട്. ചുണ്ടൻ വള്ളം. വല്ലതും ഉണ്ടോ? ഇവിടെ വലിയ ആഴയില്ലെന്ന് തോന്നല്ലേ? ലേക്ക് പോലെ അല്ലേ അത്? ആ, കാണണം. ഇവിടെ മട്ട സാധനം ഇടുന്നു. നമ്മൾ മേടിച്ചൊക്കെ കാണിച്ചു. നമ്മൾ ലാസ്റ്റ് തവണ മേടിച്ചത്. ഇതിപ്പോ മേടിച്ചത്. ഇത് 2 സൈഡിലോട്ടുള്ളതല്ലേ? തലയും വാലും. മതി. വാലും കുറച്ച് പുറത്തോട്ട്. താങ്ക് യു. അപ്പം നമ്മളൊരു ടീമാണ്. എങ്ങനെ ഇടുന്നത് എനിക്കറിയത്തില്ല. വെയിറ്റ് ഇല്ലാത്ത കാരണം ദൂരെ പോകുന്നേ. വെയിറ്റ് ഒട്ടും ഇല്ല അതിൻ്റെതായ. എൻ്റെ അമ്മ എത്ര ട്രക്കുകളല്ലേ? 2 3 4 5 6 7 8 9 10 10 മേളിലുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ വല്ല ഫോട്ടോഷൂട്ടും അല്ലായിരിക്കും. ഇവരുടെ കമ്പനിയാണ് എന്തെങ്കിലും അതായിരിക്കും. ഇവരുടെ എല്ലാ ട്രക്കുകളും വന്നിട്ട് ഇവിടെ അടിക്കടിക്ക് പാർക്ക് ചെയ്യുന്നുണ്ട്. 10 11 ട്രക്കുകളുണ്ടാവുക. നമ്മുടെ കാർ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ഇവർ ഇട്ടേക്കുന്നത്. നമ്മുടെ കാറ് പുറകിൽ, ഇവർ ഫുള്ള് വണ്ടി ഫ്രണ്ടിലും പാർക്ക് ചെയ്തിരിക്കുക. നല്ല രസമുണ്ടല്ലേ? അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാൻ. വേറെ ട്രക്കുകളും വരുന്നുണ്ട്. എന്തായാലും നല്ല രസമായിട്ടുണ്ട്. എന്നിട്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് കണ്ട സംഭവം, ഇതിനെന്താ പേര് പറയണമെന്ന് എനിക്കറിയത്തില്ല. ഈ
പിന്നെ വെള്ളത്തിൽ കൂടെ ഓടിക്കണതാണ്. ഇത് കണ്ട് ഇത് ഈ സൈക്കിള് പോലെ ചവിട്ടിയിട്ട് കുറച്ച് ഗ്രൂപ്പായിട്ടൊക്കെ ആൾക്കാർ ചവിട്ടി പെഡൽ ടൈപ്പ്. അങ്ങനെ സോണിച്ചാട്ടൻ ഫിഷിങ് ഏറ്റെടുത്തിരിക്കുന്ന നമ്മുടെ ബൈക്കിൽ മീൻ കൊത്തുന്നുണ്ട്. പക്ഷേ വളരെ ചെറിയ മീനാണെന്ന് തോന്നുന്നത്. കാരണം അതിൽ നമ്മൾ ചൂണ്ടയിൽ കുടുങ്ങുന്നില്ല. പക്ഷേ നമ്മളിടുന്ന വേംസൊക്കെ എടുത്ത് കഴിച്ചിട്ട് പോകുന്നുണ്ട്. ഇതിന് സ്റ്റാൻഡപ്പ് പാഡിൽ ബോർഡിംഗ് എന്ന് പറയണേ. ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ട. അങ്ങനെ അവരുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോകും. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മൾ പരിപാടി നിർത്തി. ഒന്നും കിട്ടിയിട്ടില്ല, തിരിച്ചു പോവുകയാണ്. വീണ്ടും നമ്മൾ കാസ്റ്റിലേക്കുള്ള യാത്ര തുടരുന്നു.